പാഠപുസ്തകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 474/2023 നടന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ചോദ്യം, വിഭക്ത്യന്ത സംസ്കൃത പദം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഭവന്തി. അടുത്ത ചോദ്യം, ഉത്തമ പുരുഷ സർവനാമത്തെ കുറിക്കുന്ന പുരുഷ പ്രത്യയം ചേർന്ന രൂപം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അറിന്തേൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഭാഷ രസത്തേക്കാൾ ഏറിയിരിക്കുന്നത് ഉത്തമ മണിപ്രവാളമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വായിക്കുന്നു. ഭാഷ സംസ്കൃതത്തേക്കാൾ കൂടിയിരിക്കുന്നത് ഉത്തമ മണിപ്രവാളമാണ്. വാച്യാർത്ഥത്തേക്കാൾ രസമേറിയത് ഉത്തമ മണിപ്രവാളമാണ്. ഭാഷയും രസവും കുറഞ്ഞിരിക്കുന്നത് അധമ മണിപ്രവാളമാണ്. അടുത്ത ചോദ്യം, യോഗജന്യ വികാരം സന്ധി എന്ന നിർവചനം വന്ന വ്യാകരണ ഗ്രന്ഥം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കേരള പാണിനീയം 1-ാം പതിപ്പ്. ഖിലോപസംഗ്രഹം എന്ന നയം സാധൂകരിക്കാൻ കേരള പാണിനി നൽകുന്ന ഘടന ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കുളിക്കാൻ വന്നു. പ്രത്യയം ഭാവി രൂപജം എന്ന് ഏത് പ്രത്യയത്തെ കുറിച്ചാണ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രകാര പ്രത്യയം. അടുത്ത ചോദ്യം, വിഭക്ത്യാഭാസമില്ലാത്ത രൂപം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കടലിൽ ചാടി. അടുത്ത ചോദ്യം, എട്ടുതൊകയിൽ പെടാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുല്ലൈപ്പാട്ട്. സാംഖ്യ ദർശനത്തെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സാംഖ്യം എന്നത് ഈ ദർശനത്തിന് സംഖ്യയുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വായിക്കുന്നു. സാംഖ്യ പ്രവചന സൂത്രം ഇതിൽ പെടുന്നു. കപില മഹർഷിയും ആയി ഇത് ബന്ധപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന ദർശനങ്ങളിൽ ഒന്നാണ്. അടുത്ത ചോദ്യം, ചേരമണ്ഡലത്തിൽ പെടുന്ന ദേശം? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, കുടം. അനുഷ്ഠാന കലകൾ ഉൾപ്പെടുന്ന ഗണം? ഉത്തരം ഓപ്ഷൻ സി, തീയാട്ട്, പടയണി. അടുത്ത ചോദ്യം, തെക്കൻ പാട്ടുകളല്ലാത്ത ഗണം? ഉത്തരം ഓപ്ഷൻ സി ആണ്, അഞ്ചു തമ്പുരാൻ പാട്ട്, എടനാടൻ പാട്ട്. കേരളത്തിൽ ഞാറ്റുവേല മനസ്സിലാക്കുന്നത് എങ്ങനെയായിരുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, സൂര്യനെയും അശ്വതി നക്ഷത്രത്തെയും പരിഗണിച്ച്. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയുടെ പുസ്തകങ്ങളുടെ ഗണം? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഫോക്ലർ നിഘണ്ടു, നാടോടി വിജ്ഞാനീയം. സ്വനം കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ജോഡി? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കരി, കറി. അടുത്ത ചോദ്യം, അനുനാസിക വർണ്ണം ജനിക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഉച്ഛ്വാസവായുവിൽ കുറച്ച് മൂക്കിലൂടെയും സ്വതന്ത്രമാകുന്നു. അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. മലയാളത്തിലെ ബദ്ധരൂപിമകളുടെ ഗണം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഉടേ, അൻ. അടുത്ത ചോദ്യം, ഉപരൂപിമം വരാത്ത ഘടന? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓടി. വാക്യത്തിന്റെ ബാഹ്യഘടന ആന്തരഘടനയിൽ നിന്നാണെന്ന് പറഞ്ഞത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നോം ചോസ്കി. അടുത്ത ചോദ്യം, ചെറുക്കൻ, ഒരുത്തൻ എന്നീ രൂപങ്ങളെ നിർവചിക്കാൻ ഉപയോഗിക്കുന്ന സമീപനം? ഉത്തരം ഓപ്ഷൻ സി ആണ്, സദൃശ സൃഷ്ടി. അടുത്ത ചോദ്യം, എണ്ണയ്ക്കുണ്ടായ അർത്ഥപരിമാണം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അർത്ഥവികാസം. ഭരതൻ അവതരിപ്പിച്ച 4 വൃത്തികളിൽ ഭാഷയോട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഭാരതി. അടുത്ത ചോദ്യം, ഔചിത്യം എന്നതിന് ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1-ഉം 4-ഉമാണ് യോജിക്കുന്ന പ്രസ്താവന. കാവ്യത്തിന് സ്ഥിരവും ജീവിതഭൂതവുമായിരിക്കുന്നത് രസസിദ്ധമായ കാവ്യത്തിന്റെ സ്ഥിരമായ ജീവനം.
അടുത്ത ചോദ്യം, വാക്യത്തിന്റെ വാച്യാർത്ഥ പ്രതീതിക്ക് ശേഷം വേറെ ഒരർത്ഥം കൂടി സ്ഫുരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് അഭിധാമൂല വ്യഞ്ജന. അനുഭാവം എന്നതിന് ഇണങ്ങുന്ന പ്രസ്താവന ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് യോജിക്കുന്ന പ്രസ്താവനകൾ. വാങ്കാഭിനയം കൊണ്ട് അർത്ഥം സിദ്ധമാക്കുന്നത്, ലോക സ്വഭാവത്തിൽ നിന്ന് സംസിക്തമാകുന്നതും, ലോകയാത്രയെ പിന്തുടരുന്നതും. അടുത്ത ചോദ്യം, ഭർതൃഹരി വാക്കിന് നൽകിയ വർഗീകരണങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. സി, എ, ഡി, ബി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓർഡർ. അടുത്ത ചോദ്യം, ഗഗനം ഗഗനം പോലെ, സാഗരം സാഗരോപമ, ശ്രീമൂലക നൃപനൊപ്പം ശ്രീമൂലക നൃപാലകൻ. അലങ്കാരം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അനന്വയം. ഗദ്യത്തിന്റെയും പദ്യത്തിന്റെയും നാഡികളിൽ ഒരേ മനുഷ്യരക്തമാണ് ഓടുന്നതെന്ന് പ്രസ്താവിച്ച കാൽപ്പനിക കവി ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്. വേർഡ്സ്വർത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, വീണ്ടും ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഡി, എ, ബി, സി ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ജ്ഞാനത്തിന്റെ 2 രൂപങ്ങളായി ക്രോച്ചെ കാണുന്നവ ഏതെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അന്തർജ്ഞാനപരമായ അറിവും യുക്തിശാസ്ത്രപരമായ അറിവും. ബാഹ്യപ്രപഞ്ചം മിഥ്യയാണെന്ന വാദത്തെ പ്ലേറ്റോ സാധൂകരിക്കുന്നത് എങ്ങനെ? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ആത്യന്തിക സത്യമായ ആശയലോകത്തിന്റെ പ്രതിച്ഛായ മാത്രമാണത്. താഴെ പറയുന്നവരിൽ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ? ഉത്തരം ഓപ്ഷൻ സി ആണ്. എറിക് ഫ്രോമും ഹെർബർട്ട് മാർക്യൂസും ആണ്. താഴെ പറയുന്നവയിൽ റിയലിസത്തിന് ഇണങ്ങുന്ന പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ് റിയലിസത്തിന് ഇണങ്ങുന്ന പ്രസ്താവനകൾ. ആ പ്രസ്താവനകളൊന്ന് വായിക്കുന്നു. മൗലികങ്ങളായ മാനുഷ്യ വികാരങ്ങളെ സ്പർശിക്കുന്നവ, പ്രത്യക്ഷ ജീവിത യാഥാർത്ഥ്യങ്ങളെ നിർഭയമായി പകർത്തുക. അടുത്ത ചോദ്യം, പാഠത്തെ പഴയ വിലയിരുത്തലുകളുടെ വലയത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പുതിയ കൃതി എന്ന രീതിയിൽ സമീപിക്കുകയും ചെയ്യുന്ന പഠന രീതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. നവചരിത്രവാദ പഠനം. ഒരാൾ പതഞ്ഞു പൊങ്ങുന്ന ചിരിയും മറ്റേയാൾ നിറഞ്ഞു കവിയുന്ന കണ്ണുനീരും കൊണ്ട് കേരള ചേതനയെ അഭിഷേചിച്ചു. ഡോക്ടർ എം ലീലാവതി ഏതു കവികളെയാണ് ഇങ്ങനെ പരാമർശിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. കുഞ്ചൻ നമ്പ്യാരും ചങ്ങമ്പുഴയും. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബി, ഡി, എ, സി. അടുത്ത ചോദ്യം, അമ്മയ്ക്കു വെള്ളം കൊടുക്കുന്ന കാര്യവും അന്വേഷണത്തിനു വെക്കുന്നവരിൽ കവിയും കൃതിയും രേഖപ്പെടുത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തിന്റെ മംഗളാശംസ എന്ന കൃതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. വീണ്ടും ചേരുംപടി ചേർക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. സി, ഡി, എ, ബി അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ പിറക്കുന്ന കാട്ടുപുല്ലിലുമുണ്ട് ഭുവനം മയക്കുന്ന ചന്തവും സുഗന്ധവും. ഏതു ദേശമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കേരളം. എൻ്റെ നേതാവ് എന്ന കവിത ആരെക്കുറിച്ച് എഴുതിയതാണ്? ഉത്തരം ഓപ്ഷൻ സി. ഇടശ്ശേരി കെ കേളപ്പനെ കുറിച്ച് എഴുതിയ കവിതയാണ്. എൻ്റെ കവിതയിൽ ഞാൻ കത്തി ദഹിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ ചിതയിലെന്ന പോലെ എൻ്റെ കവിതയിൽ ഞാൻ വാക്കുകൾ അടുക്കി അടുക്കി വെക്കുന്നു. കവി ആര്? കവിത ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. സച്ചിദാനന്ദന്റെ ദേശാടനം എന്ന കൃതിയാണ്. താഴെ കൊടുത്തവരിൽ മനുഷ്യാലയ ചന്ദ്രിക മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. കുഴിയാട്ട് മഹേശ്വരൻ നമ്പൂതിരി.
ഇന്ത്യൻ പൂച്ച എന്ന കഥാസമാഹാരത്തിന്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സുനു എ വി. ബാറ്റൺ ബോസ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കെ എം ചാക്കോ. അലക്സ് ഹാലി കേട്ടെഴുതിയ മാൽക്കം എക്സിന്റെ ആത്മകഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, എ പി കുഞ്ഞാമു. താഴെ കൊടുത്തവയിൽ ദേവകി നിലയങ്ങോട് രചിച്ച സ്മരണ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വാതിൽ പുറപ്പാട്. താഴെ കൊടുത്തവയിൽ രവീന്ദ്രന്റേതല്ലാത്ത സഞ്ചാര സാഹിത്യകൃതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബാൾട്ടിക് ഡയറി. ഖസാക്കിന്റെ ഇതിഹാസം വെങ്കടേഷ് മാഡ്ഗൂൾക്കറുടെ ബൻഗർവാഡിയുടെ അനുകരണമാണെന്ന് ആരോപണം ഉന്നയിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജി എൻ പണിക്കർ. കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ ശീതങ്കൻ തുള്ളലിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ധ്രുവചരിതം. അടുത്ത ചോദ്യം, തോൽപ്പാവക്കൂത്തിനെ അന്താരാഷ്ട്രവൽക്കരിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കെ കെ രാമചന്ദ്ര പുലവർ. ഭാവാത്മക നാടകത്തിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സമത്വവാദി. വെള്ളരി നാടകത്തിന്റെ സ്വരൂപത്തിൽ ടി പി സുകുമാരൻ രചിച്ച കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആയഞ്ചേരി വല്യശമാൻ. അടുത്ത ചോദ്യം, കെ ജി ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടി പാലം എന്ന സിനിമയ്ക്ക് ആധാരമായ പാലം അപകടത്തിൽ എന്ന കഥ എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വേളൂർ കൃഷ്ണൻകുട്ടി. ഭാഷ എന്ന തമിഴ് സിനിമയുടെ സംവിധായകൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ടി രാജേന്ദ്രൻ. ഏറ്റവും കൂടുതൽ കാലം ഒരേ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ ഭാഷാ സിനിമ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. കേസരി എ ബാലകൃഷ്ണ പിള്ളയുടെ രൂപമഞ്ജരി എന്ന കൃതി ആദ്യം പ്രസിദ്ധീകരിച്ച വർഷം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1937. സംവിധാന ഭംഗിയാണ് കല എന്ന് അഭിപ്രായപ്പെട്ട നിരൂപകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കെ ഭാസ്കരൻ നായർ. കാവ്യ വ്യുൽപ്പത്തി എന്ന നിരൂപണ കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എം പി ശങ്കുണ്ണി നായർ. താഴെ കൊടുത്തവയിൽ കെ രാഘവൻ പിള്ളയുടേതല്ലാത്ത ഗ്രന്ഥം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, കാളിയുടെ നാവ്. അർത്ഥത്തിന്റെ അതിർത്തികൾ, സമീപനങ്ങൾ, സമന്വയങ്ങൾ, അസ്തിത്വവാദികളും ഭഗവത്ഗീതയും, ഇത് മൂന്നും കെ രാഘവൻ പിള്ളയുടെ ഗ്രന്ഥമാണ്. കാളിയുടെ നാവ് കെ രാഘവൻ പിള്ളയുടെ ഗ്രന്ഥമല്ല. ഡോക്ടർ എം ലീലാവതിക്ക് തായാട്ട് അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അപ്പുവിന്റെ അന്വേഷണം. തിരസ്കൃതരുടെ രചനാ ഭൂപടം എന്ന നിരൂപണ കൃതി എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഒ കെ സന്തോഷ്. കുമാരനാശാന്റെ നളിനി കാവ്യത്തിന്റെ ആത്മാവ് കണ്ടെത്താൻ അവതാരികയിൽ എ ആർ രാജരാജവർമ്മയ്ക്ക് കഴിഞ്ഞില്ലെന്ന് അഭിപ്രായപ്പെട്ട നിരൂപകൻ ആര്? ഉത്തരം ഓപ്ഷൻ എ, രാജേന്ദ്രൻ എടത്തുംകര. റോമൻ യാക്കോബ്സൺ അവതരിപ്പിച്ച ചിഹ്നാന്തര വിവർത്തനം എന്ന വിവർത്തന വിഭാഗം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, അനുകൽപ്പനം. ഗായത്രി സ്പിവാക്കിന്റെ ഒരു വിജ്ഞാന ശാഖയുടെ അന്ത്യം, ഡെത്ത് ഓഫ് എ ഡിസിപ്ലിൻ എന്ന കൃതി ഏതു വിഷയത്തെ പറ്റിയുള്ളതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, താരതമ്യ സാഹിത്യം. താഴെ പറയുന്നവയിൽ റുബിയായത്തിന്റെ മലയാള വിവർത്തനം തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2 മാത്രം. ചങ്ങമ്പുഴയുടെ മധുരോത്സവം, ജി ശങ്കരക്കുറുപ്പിന്റെ വിലാസ ലഹരി. അടുത്ത ചോദ്യം, സുൽത്താൻസ് ബാറ്ററി മലയാളത്തിൽ സുൽത്താൻ ബത്തേരി ആകുന്നത് ഏതിനം വിവർത്തനമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്വനിമിക വിവർത്തനം. കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച ആനുകാലിക പ്രസിദ്ധീകരണം? ഉത്തരം ഓപ്ഷൻ എ, മിതവാദി. ഇനി വായന
ഈ വായന എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ എ VK ആദർശ്. ഈ പേർ വായിച്ചതിൽ അർത്ഥം തൊന്നുമോ അറിയുന്നില്ല എന്ന വാക്യത്തിന് കേരള പത്രപ്രവർത്തന ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആദ്യ മലയാള മാസികയിലെ ആദ്യ വാക്യം. ഭാഷാധ്യാപനത്തിന് ഏറ്റവും ആവശ്യം ഉണ്ടായിരിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി ഭാഷയോടുള്ള അനുകൂല അഭിഭാവം. പഠിതാവിന്റെ വൈകാരിക സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ആത്മാഭിമാനം. ബോധന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ബാഹ്യ ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ക്ലാസ് മുറി സൗകര്യങ്ങൾ. പ്രശ്നപരിഹരണത്തിനും അഭിനയത്തിനും പ്രാധാന്യം നൽകുന്ന ബോധന രീതി ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് പാത്രനാട്യം. നേരനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ബോധന ഉപാധി ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് പഠനയാത്ര. അടുത്ത ചോദ്യം, ഗവേഷണ പ്രക്രിയയിലെ ശരിയായ ക്രമം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് നിരീക്ഷണം, പരികൽപ്പന, പരീക്ഷണം, സിദ്ധാന്തം. ഒരു ഗവേഷണോപകരണത്തിന്റെ വിശ്വാസ്യത അളക്കുന്നതിനുള്ള ആന്തരിക സ്ഥിരതാ രീതി? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ക്രോൺബാക്ക് ആൽഫ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗവേഷണ ജേണലുകളുടെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്ന സൂചകം ഏത് അല്ലെങ്കിൽ ഏതെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 2 മാത്രം, അതായത് സ്വാധീന ഗുണകം. അടുത്ത ചോദ്യം, ചേരുംപടി ചേർത്ത് ശരി ഉത്തരം കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് BADC, അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഗവേഷണ രീതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 1, 2, 3. ആ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്ന് വായിക്കുന്നു. ഗുണാത്മക രീതിയാണ് ജനസംസ്കാര പഠനങ്ങൾക്ക് അനുയോജ്യം. കേസ് പഠനം ഒരു അനുദൈർഘ്യ രീതിയാണ്. ചരിത്ര പഠനങ്ങളുടെ വിശ്വാസ്യത പ്രാഥമിക ഉപാദാനങ്ങളുടെ വിശകലനത്തെ ആശ്രയിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇന്ദിരാഗാന്ധി. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ 25. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത്. അതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ശരിയായിട്ടുള്ള പ്രസ്താവനകളൊന്ന് വായിക്കുന്നു. ഭരണഘടനയിൽ അനുച്ഛേദം 356 പ്രകാരം രാഷ്ട്രപതിക്ക് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും. രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. ലോക്സഭയുടെ അധ്യക്ഷൻ ലോക്സഭയുടെ സ്പീക്കറാണ്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അനുച്ഛേദം 32 വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഡോക്ടർ BR അംബേദ്കർ. താഴെ പറയുന്നവയിൽ കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് എയും ബിയുമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. ഒന്ന് വായിക്കാം. സംസ്ഥാനങ്ങളുടെ പേരുമാറ്റൽ, സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭ രൂപീകരണം. ഇനി ശരിയായിട്ടുള്ള ഭേദഗതിയിൽ ഉൾപ്പെടുന്നത് വായിക്കുന്നു. നിർദ്ദേശക തത്വങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട്, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട്. അടുത്ത ചോദ്യം, 2005 വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര ദിവസത്തിനകം ലഭിക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 30 ദിവസം. ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഹീരാലാൽ സമരിയ. 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതല എന്തെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ് എയും ബിയുമാണ്. സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക,
പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യധാന്യ സാധനങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് നിയമത്തിന്റെ ഗുണഭോക്താവ് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതി-യുവാക്കൾ. അടുത്ത ചോദ്യം, 2005 ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള അധികാരി ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ജില്ലാ മജിസ്ട്രേറ്റ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കാർഷിക വിപ്ലവം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കുറിച്യ കലാപം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബിയും സിയും. അതായത് ആധയേഥ ചിന്താ പദ്ധതിയും വേദാന്ത സംഗ്രഹവുമാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമുള്ളത് ആത്മോപദേശ ശതകവും ദർശനമാലയുമാണ്. അടുത്ത ചോദ്യം, സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1907. താഴെ പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മന്നത്ത് പത്മനാഭൻ. അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവര് സി കേശവൻ, പി കെ കുഞ്ഞ്, എൻ വി ജോസഫ് എന്നിവരാണ്. കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആദ്യ തൊഴിലാളി പ്രസ്ഥാനം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സുമൻ ബറി. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭേദഗതി 86. കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2008. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, പഴശ്ശിരാജ. SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, എൻ കുമാരനാശാൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. താങ്ക് യു.